നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചക്കരക്കല്ലിൽ നക്ഷത്രയാമയെ കണ്ടെത്തി. ടൗണിന് സമീപം റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു ആമ. അന്വേഷണം ആരംഭിച്ചു. ഡോക്ടർ നിയമനത്തിന് പണം വാങ്ങിയെന്ന പരാതി വസ്തുതാ വിരുദ്ധമെന്ന് മന്ത്രി വീണ ജോർജ്. തന്റെ ഓഫീസും സ്റ്റാഫ് അംഗവും പോലീസിൽ പരാതി നൽകിയതായും മന്ത്രി. കമ്പലിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. 2 സ്ഥാപനങ്ങളിൽ നിന്നായി ജില്ലാ എൻഫോഴ്സ്മെന്റ് പിടികൂടിയത് 1 കിൻഡലോളം നിരോധിത വസ്തുക്കൾ. 10,000 രൂപ വീതം പിഴ ചുമത്തി. വാർത്തകൾ വിശദമായി. ചക്കരക്കൽ ടൗണിൽ നക്ഷത്ര ആമയെ കണ്ടെത്തി. ബ്രോഡ്ബീൻ ഹോട്ടലിനടുത്ത് റോഡരികിലായാണ് ആമയെ കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മാർക്കിൻ്റെ സന്നദ്ധ പ്രവർത്തകരെത്തി ആമയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ചക്കരക്കൽ ടൗണിനടുത്ത് ബ്രോഡ്ബീൻ ഹോട്ടലിന് സമീപത്തെ റോഡിൽ വെച്ചാണ് നക്ഷത്ര ആമയെ കണ്ടെത്തിയത്. റോഡരികിൽ ആമയെ കണ്ടെത്തിയതോടെ നാട്ടുകാർ മാർക്കിന്റെ സന്നദ്ധ പ്രവർത്തകനായ AC സന്ദീപിനെ വിവരമറിയിക്കുകയായിരുന്നു. എൻ്റെ പേര് സന്ദീപ്. ഞാൻ വൈൽഡ് ലൈഫ് റെസ്ക്യൂറാണ്. മാർക്ക് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, വൈൽഡ് ലൈഫ് വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്കിൻ്റെ റെസ്ക്യൂറാണ്, സർട്ടിഫൈഡ് റെസ്ക്യൂറാണ്. അപ്പോൾ ഇന്ന് രാവിലെ ചക്കരലിനടുത്ത് KK ബാറിൻ്റെ തൊട്ടപ്പുറത്തിന് ഒരു സുഹൃത്ത് വിളിക്കുമായിരുന്നു. നിഷാദ് പറഞ്ഞ സുഹൃത്ത് വിളിച്ചു, ഒരു ആമയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പോയി ചെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് കണ്ട നക്ഷത്ര ആമയാണ്. കാരണം ഒരു കാരണവശാലും ആ ഒരു ഏരിയക്ക് ഉണ്ടാകാൻ ചാൻസ് ഇല്ലാതൊരു ആമയാണ്. കാരണം ഇത് ചിന്നാർ മലമേഖലയിൽ മാത്രമാണ് കേരളത്തിൽ കൂടുതലായി കാണുന്നത്. കാരണം ഈ ആമയാണ് പല ആൾക്കാരും വലിയ വലിയ മോഹവില നൽകിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്കെല്ലാം കടത്തുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും യാദൃശ്ചികമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് എത്തിപ്പെടാനേ ചാൻസ് ഉള്ളൂ. അല്ലാണ്ട് ഒരു കാരണവശാലും ഈ ഒരു മേഖലയിൽ എത്തിപ്പെടാൻ ചാൻസ് ഇല്ല. ഞാനിപ്പോൾ തളിപ്പറമ്പ് റേഞ്ച് ഓഫീസറെ വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇതിനൊന്ന് വെറ്റിനറി ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ച് ഇപ്പോൾ ഇതിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ ഒന്ന് നോക്കി അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അതുപോലെ ഇതിൻ്റെ ശരിയായ ആവാസ വ്യവസ്ഥയിലേക്ക് നമുക്കിതിന് തുറന്നു വിടുന്നതായിരിക്കും. തുടർന്ന് സന്ദീപാണ് ആമയെ പിടികൂടിയത്. കേരളത്തിൽ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ മാത്രമേ ഇത്തരം ആമകളെ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ നിലവിലുള്ളൂ. ഈ സാഹചര്യത്തിൽ ചക്കരക്കല്ലിൽ കണ്ടെത്തിയ നക്ഷത്ര ആമയെ ആരെങ്കിലും നിയമവിരുദ്ധമായി വളർത്തിയതിനു ശേഷം പിടിക്കപ്പെടുമെന്ന് ഭയന്ന് തുറന്നുവിട്ടതായിരിക്കുവാനുള്ള സാധ്യത വനം വകുപ്പ് തള്ളിക്കളയുന്നില്ല. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 4 നക്ഷത്ര ആമ ഉൾപ്പെടുന്നത്. ഇവയെ നിയമവിരുദ്ധമായി കൈവശം വെച്ചാൽ 3 വർഷം വരെ തടവും 25,000 രൂപ പിഴയും ലഭിക്കാവുന്ന ശിക്ഷയാണ്. പല വിദേശ രാജ്യങ്ങളിലും ഉള്ള വീടുകളിൽ ഈ ആമയെ വളർത്തുമൃഗമായി വെക്കാറുണ്ട്. നിയമസാധുതയില്ലാതെ ഇന്ത്യയിൽ നിന്നും നക്ഷത്ര ആമയെ കടത്തിക്കൊണ്ടുപോകുന്നത് പിടിക്കപ്പെടാറുണ്ട്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ചുവപ്പ് പട്ടികയിൽ ഇവയെ ദുർബലരായി പ്രഖ്യാപിച്ചിരിക്കുന്നു. വനം വകുപ്പ് അംഗീകൃത പാമ്പ് സംരക്ഷകൻ കൂടിയായ സന്ദീപ് ചക്കരക്കൽ മനുഷ്യവാസ സ്ഥലങ്ങളിൽ നിന്നും ജീവന് ഭീഷണിയാവുന്ന സാഹചര്യത്തിൽ വിഷമുള്ളതും ഇല്ലാത്തതുമായ ഒട്ടനവധി പാമ്പുകളെ സംരക്ഷിച്ച് വനമേഖലയിലേക്ക് തുറന്നുവിടുന്ന പ്രവൃത്തി ചെയ്യാറുണ്ട്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് NCC 31 കേരള ബറ്റാലിയൻ, താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി, ഓയിസ്ക ഇന്റർനാഷണൽ മമ്പറം ചാപ്റ്റർ എന്നിവയുടെ നേതൃത്വത്തിൽ ആദരിക്കൽ ചടങ്ങും സൗജന്യ ഔഷധ സസ്യ വിതരണവും നടീലും പ്രദർശനവും സംഘടിപ്പിച്ചു. പരിപാടിയുടെ വിതരണ ഉദ്ഘാടനം ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ദാമോദരൻ നിർവഹിച്ചു. ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം സംഘടിപ്പിക്കുകയാണ്. അതിൽ നമുക്ക് നമ്മുടെ വിവിധ മേഖലകളിൽ സന്ദർശിച്ചുകൊണ്ടാണ് അതിൻ്റെ ഓരോ അനുഭവങ്ങളെയും ഏതെല്ലാം ചെടികൾ നമ്മുടെ നാട്. ഔഷധ സസ്യം നടീൽ കർമ്മം കക്കോത്ത് പ്രഭാകരൻ നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ D. സുരേഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുഴുവൻ NCC വോളണ്ടിയർമാരെയും വീടുകളിൽ വെച്ചുപിടിപ്പിക്കാനുള്ള തൈകളുടെ വിതരണവും നടന്നു. ഉണ്ട്, നാഗവതില, രാമച്ചം, ആടലോടകം, ജാതിക്ക, പിച്ചകം, താന്നി, ഇലഞ്ഞി, ചന്ദനം, രമ്പ തുടങ്ങിയ 100ഓളം ഔഷധ സസ്യങ്ങളാണ് സൗജന്യമായ വിതരണം നടത്തിയത്. പ്രധാനാധ്യാപകൻ അനീഷ് KT, K. പ്രകാശൻ മാസ്റ്റർ, രാകേഷ് PC, പുഷ്പരാജൻ VV, ഉല്ലാസ് VK, സുമേഷ് CM, NCC ഓഫീസർ വീണ MP തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ NCC 31 ബറ്റാലിയൻ, താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ കക്കോത്ത് പ്രഭാകരനെ ആദരിച്ചു. ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ഗ്രീൻ പാർക്ക് റെസിഡൻസിയിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. ഹെൽത്ത് സൂപ്പർവൈസർ PP ബൈജുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന.
റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ഗ്രീൻ പാർക്ക് റെസിഡൻസി റെസ്റ്റോറന്റിൽ നിന്നുമാണ് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പഴകിയ ഭക്ഷണം പിടികൂടിയത്. ഫ്രൈഡ് റൈസ്, ചോറ്, നെയ്ച്ചോറ് തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. ബുധനാഴ്ച രാവിലെയായിരുന്നു കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയത്. ഹെൽത്ത് സൂപ്പർവൈസർ പി ബൈജു, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം സുധീർ ബാബു, കെ ഉദയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് നടത്തിയത്. കുട്ടികളും പൂക്കളുമാണ് ഏറ്റവും മനോഹരമായ വസ്തുക്കളെന്ന് ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് രാധാകൃഷ്ണൻ മാണിക്കൊത്ത കണ്ണൂർ ഗവൺമെന്റ് തളാപ്പ് മിക്സഡ് യു പി സ്കൂളിൽ കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ എൻ്റെ മുമ്പിലിരിക്കുന്ന 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ വിശ്വവിഖ്യാതമായിട്ടുള്ള സംഗീതജ്ഞരുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ പൂർവ്വകാലം എന്ന് പറയുന്നത്, കുട്ടിക്കാലം എന്ന് പറയുന്നത് തികച്ചും ഒരുപക്ഷെ നമ്മളൊക്കെ അതൊരു കുട്ടികളാണ് മനോഹര വസ്തുക്കളെന്ന് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞിരുന്നു. കുട്ടികളുടെ കഴിവുകളെ മനസ്സിലാക്കി അവരെ ഒപ്പം ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. വീട്ടിലെ ദാരിദ്ര്യം കാരണം കുട്ടിക്കാലത്ത് തെരുവിൽ പാട്ടുപാടി പിന്നീട് പ്രഗത്ഭ സംഗീതജ്ഞനായി മാറിയ MS ബാബുരാജിന്റെ ജീവിതം നമ്മൾ ഓർക്കേണ്ടതാണെന്ന് രാധാകൃഷ്ണൻ മാണിക്കോത്ത് പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ സുനിൽകുമാർ, ബിന്ധ്യ രാജേഷ്, ഷർമിള ജോർജ്, ജെസ്സിമോൾ VP, സജീവൻ TV എന്നിവർ സംസാരിച്ചു. കലോത്സവത്തിൽ 1ാം സമ്മാനം നേടിയ കുട്ടികൾ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കും. ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. ചക്കരക്കല്ലിൽ നക്ഷത്രയാമയെ കണ്ടെത്തി. ടൗണിന് സമീപം റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു ആമ. അന്വേഷണം ആരംഭിച്ചു. ഡോക്ടർ നിയമനത്തിന് പണം വാങ്ങിയെന്ന പരാതി വസ്തുതാ വിരുദ്ധമെന്ന് മന്ത്രി വീണ ജോർജ്. തന്റെ ഓഫീസും സ്റ്റാഫ് അംഗവും പോലീസിൽ പരാതി നൽകിയതായും മന്ത്രി. കമ്പലിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. 2 സ്ഥാപനങ്ങളിൽ നിന്നായി ജില്ലാ എൻഫോഴ്സ്മെന്റ് പിടികൂടിയത് 1 കിൻഡലോളം നിരോധിത വസ്തുക്കൾ. 10,000 രൂപ വീതം പിഴ ചുമത്തി. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ജിമാർട്ട് ഗോൾഡ് കേല ഓഫർ ബമ്പർ സമ്മാനമായി 1 സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്, 1 കിലോ സ്വർണം, 5 മാരുതി ഇഗ്നിസ് കാറുകൾ നേടും. കൂടാതെ ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank you.
Irikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ജോലിക്ക് കൈക്കൂലി വാങ്ങിയ വിവാദത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് വീണ ജോർജ്. സെപ്റ്റംബർ 13 പരാതി ലഭിച്ചുവെന്നും അതിൽ പേഴ്സണൽ സ്റ്റാഫ് അംഗം അഖിൽ മാത്യുവിനോട് വിശദീകരണം തേടിയെന്നും മന്ത്രി പറഞ്ഞു. അഖിൽ മാത്യുവിന് ഈ ആരോപണവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ആരോപണം അടിസ്ഥാനമില്ലാത്തതെന്നും അദ്ദേഹം വസ്തുതകൾ നിരത്തി പറഞ്ഞിട്ടുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം എന്നുള്ളത് പോലീസിൽ പരാതി നൽകാൻ ഞാൻ PS-നോട് നിർദ്ദേശിക്കുകയും PS അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇനി ഇത് സംബന്ധിച്ച കാര്യത്തിൽ ഇങ്ങനെയൊരു പരാതി, അതായത് നാമിൻ്റെ ഒരു താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് പണം നൽകി എന്ന ഒരു പരാതി ഒരാൾ ഓഫീസിന് പുറത്തു വെച്ചാണ് PS-നോട് വന്ന് പറഞ്ഞു. അപ്പോൾ PS എൻ്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തി. ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തി. അപ്പോൾ ഞാൻ PS-നോട് പറഞ്ഞു, രേഖാമൂലം ഈ പരാതി എഴുതി വായിക്കുക. PS ആ വന്ന ആളുടെ അടുത്ത് രേഖാമൂലം പരാതി നിങ്ങൾ എഴുതി നൽകണമെന്നുള്ളത് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 13/9/2023 നിങ്ങൾക്കറിയാം ഞാൻ കോഴിക്കോടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 13/9/2023 രജിസ്റ്റേർഡ് പോസ്റ്റായി അങ്ങനൊരു പരാതി ലഭിച്ചു. ഈ പരാതി ലഭിച്ചപ്പോൾ ഇതിൽ എൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിനു കൂടി പൈസ കൊടുത്തതായിട്ട് പരാതിയിലുണ്ട്. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് PS എന്നെ അറിയിച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ദിവസം നിയമസഭ പങ്കെടുക്കുന്നതിന് വേണ്ടി 2 ദിവസം ഞാൻ തിരുവനന്തപുരത്ത് ചെന്നായിരുന്നു. അപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തോട് ഇതിൽ വിശദീകരണം തേടി. അയാളൊരു വിശദീകരണം വളരെ വിശദമായിട്ടുള്ളൊരു മറുപടി ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് നൽകി. അയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവുമില്ല. ഈ ആരോപിച്ച വിഷയം തീർത്തും തെറ്റായ കാര്യമാണ് എന്ന് വസ്തുതകൾ നിരത്തി വിശദീകരണം നൽകിയുണ്ടായി. ഇതിനെ തുടർന്ന് ഈ പരാതി കൃത്യമായിട്ട് അന്വേഷിക്കണം. അത് ആരോഗ്യ വകുപ്പിൻ്റെ എൻ്റെയും ആവശ്യമാണ്. അപ്പം ആ പരാതി കൃത്യമായിട്ട് അന്വേഷിക്കണം എന്നുള്ളത് സംബന്ധിച്ച് PS-നോട് പോലീസിൽ പരാതി നൽകുന്നതിന് പറഞ്ഞു. CM-ൻ്റെ ഓഫീസിനെ ഇക്കാര്യം അറിയിക്കാൻ പറഞ്ഞു. 20-ാം തീയതി CM-ൻ്റെ ഓഫീസിനെ അറിയിച്ചു. 23-ാം തീയതി പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. വിഷയത്തിൽ പരാതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നും വീണ ജോർജ് പറഞ്ഞു. സെപ്റ്റംബർ 20-നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പരാതി അറിയിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. കോഴിക്കോട് നിന്നും ദുബായിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം അടിയന്തിരമായി കണ്ണൂരിൽ ഇറക്കി. കാർഗോ ഹാളിൽ പുക കണ്ടതിനെ തുടർന്നാണ് വിമാനം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയത്. ബുധനാഴ്ച രാവിലെ കോഴിക്കോട് നിന്നും ദുബായിലേക്ക് പുറപ്പെട്ടതായിരുന്നു വിമാനം. കോഴിക്കോട് വിമാനത്താവളത്തിലെ റൺവേകളിൽ പണി നടക്കുന്നതിനാലാണ് കണ്ണൂരിൽ വിമാനം ഇറക്കേണ്ടി വന്നത്. യാത്രക്കാരെ വിമാനത്തിൽ നിന്നും സുരക്ഷിതമായി പുറത്തിറക്കിയെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും സ്വർണം പിടികൂടി. താമരശ്ശേരി സ്വദേശി റിഷാർഡ് കസ്റ്റംസ് കസ്റ്റഡിയിൽ. ഇയാളുടെ കൈവശം 43 ലക്ഷം രൂപ വില വരുന്ന 720 ഗ്രാം സ്വർണമാണ് ഉണ്ടായിരുന്നത്. കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ വികാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. നിരോധിത ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടിച്ചെടുത്തു. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കമ്പിൽ ടൗണിൽ നടത്തിയ പരിശോധനയിലാണ് 1 കിൻഡൽ വരുന്ന നിരോധിത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. കമ്പിലിലെ സെൻട്രൽ സ്റ്റേഷനറി, കമ്പിൽ ട്രേഡിംഗ് കമ്പനി എന്നീ സ്ഥാപനങ്ങൾക്ക് 10,000 രൂപ വീതം പിഴ ചുമത്തി. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, പേപ്പർ കപ്പുകൾ, പ്ലാസ്റ്റിക് ഗ്ലാസുകൾ, പ്ലാസ്റ്റിക് ഗാർബേജ് ബാഗുകൾ, പ്ലാസ്റ്റിക് സ്പൂണുകൾ, പേപ്പർ തെർമോകോൾ പ്ലേറ്റുകൾ തുടങ്ങിയവയാണ് കൊളച്ചേരി നാറാത്ത് പഞ്ചായത്ത് അധികൃതരുമായി ചേർന്ന് സ്ക്വാഡ് പിടിച്ചെടുത്തത്. നിരോധിത ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്ത കമ്പിൽ ടൗണിലെ സെൻട്രൽ സ്റ്റേഷനറി, കമ്പിൽ ട്രേഡിംഗ് കമ്പനി എന്നീ സ്ഥാപനങ്ങൾക്ക് 10,000 രൂപ വീതം പിഴ ചുമത്തി. തുടർ നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി. പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ EP സുധീഷിനോടൊപ്പം സ്ക്വാഡ് അംഗം ഷരീഖുൽ അൻസാർ, EK സുമേഷ്, ഷിബിൻ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ P അനുഷ്മ, KV നിവേദിത എന്നിവരും പങ്കെടുത്തു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് കണ്ണൂർ ടൗൺ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിൻ്റെ ഇലക്ട്രിക്കൽ വർക്കുകൾ ആരംഭിച്ചു. കോമത്ത് കാവിന് സമീപം നിർമ്മിക്കുന്ന വീടിൻ്റെ ഇലക്ട്രിക്കൽ പ്രവൃത്തികളാണ് പൂർണ്ണമായും സൗജന്യമായി ഇവർ പൂർത്തീകരിച്ചു നൽകുന്നത്. ഏച്ചൂർ വട്ടപ്പുയിൽ കോമത്ത് കാവിന് സമീപമാണ് സ്നേഹഭവനത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. ഇതിന്റെ വയറിംഗ് പ്രവൃത്തികളാണ് സൗജന്യമായി കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ചെയ്തു നൽകുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് G വിജയകുമാർ, സെക്രട്ടറി ദിനരാജ് P, ജില്ലാ ജോയിന്റ് സെക്രട്ടറി P സുനിൽകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബുയെ എന്നിവർ നേതൃത്വം നൽകി. വേണുഗോപാൽ, രതീഷ് M, K അനിൽകുമാർ, T ഗംഗാധരൻ, സുഗുണൻ T പ്രദീപൻ, TV സുരേഷൻ, C രാഹുൽ, T രവീന്ദ്രൻ, M രാജു P എന്നിവർ പങ്കെടുത്തു.
വർദ്ധിച്ചുവരുന്ന ലഹരിക്കെതിരെ സമൂഹം ഉണർന്നു പ്രവർത്തിക്കണമെന്ന സന്ദേശവുമായി അധ്യാപകർ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും CHM ഹയർ സെക്കൻഡറി സ്കൂളിലെയും അധ്യാപകരും ജീവനക്കാരും ചേർന്നാണ് മത്സരം നടത്തിയത്. മത്സരം കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഷബീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ അധ്യാപകർ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും ഇത്തരം മത്സരങ്ങൾ മാതൃകയാണെന്നും അവർ സൂചിപ്പിച്ചു. ഇരു സ്ഥാപനങ്ങളിലെയും പ്രിൻസിപ്പൽമാരായ TP മഹറൂഫ്, C ഹുസൈൽ എന്നിവർ നേതൃത്വം നൽകി. CHM ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് മുഹമ്മദ് അലി, അബ്ദുറഹ്മാൻ അസ്ലം എന്നിവർ പങ്കെടുത്തു. മത്സരത്തിൽ CHM ഹയർ സെക്കൻഡറി വിജയികളായി. ലഹരിക്കെതിരെ പുതുമയാർന്ന സന്ദേശവുമായി കുറ്റ്യാട്ടൂർ നാടകസഭയുടെ പ്രഥമ നാടകം അമ്മവേർ ഒക്ടോബർ 1 അരങ്ങിലെത്തും. ലഹരി വരുന്ന വിപത്തിനെതിരെ സമൂഹ മനസ്സാക്ഷി ഉണർത്തുക എന്ന സന്ദേശമുയർത്തുന്നതാണ് നാടകം. കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൻ്റെയും ജില്ലാ വിമുക്തി മിഷൻ്റെയും സഹകരണത്തോടെ ജില്ലയിൽ ഉടനീളം നാടകം അവതരിപ്പിക്കാനാണ് നാടകസഭാ പ്രവർത്തകരുടെ തീരുമാനം. ചട്ടുകപ്പാറയിലെ കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് സഹകരണ ബാങ്ക് ഹാളിൽ ഒക്ടോബർ 1 രാത്രി 8 ആദ്യ അവതരണം നടക്കുന്നത്. കുറ്റ്യാട്ടൂരിലെ ഒരു കൂട്ടം നാടക പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ നാടകസഭയുടെ ആദ്യ സംരംഭമാണ് ഈ നാടകം. ഒരു 45 മിനിറ്റാണ് ഇതിൻ്റെ ദൈർഘ്യം. ലഹരി ബോധവൽക്കരണമാണ് ഞങ്ങൾ ഈ നാടകത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ സമൂഹത്തിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുടുംബങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നല്ലൊരു ബോധവൽക്കരണം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ നാടകം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ നാടകത്തിൻ്റെ ആദ്യ അവതരണം നടക്കുന്നത് കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് ബാങ്ക് ഹാളിൽ വെച്ചിട്ടാണ്. ഈ നാടകം വിജയപ്രദമാക്കാൻ വേണ്ടി എല്ലാ നാട്ടുകാരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കുറ്റ്യാട്ടൂർ നാടകസഭയുടെ അമ്മവയൽ എന്ന നാടകം സമൂഹത്തിന് പകർന്നു നൽകുന്നത് ലഹരിക്കെതിരെയുള്ള പുതുമയാർന്ന സന്ദേശമാണെന്ന് കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നാടകത്തിന്റെ രചയിതാവുമായ നിജിലേഷ് പറമ്പൻ പറഞ്ഞു. വെളുത്ത മധുരം സിനിമാ സംവിധായകൻ ബിജു ഒപ്പടി സംവിധാനവും ദീപു കാരക്കുന്ന് പശ്ചാത്തല സംഗീതവും വിനോ ഗോവിന്ദ് ചമയവും നിർവഹിച്ചു. നാടകത്തിനു വേണ്ട സാങ്കേതിക സഹായങ്ങൾ നൽകിയത് സന്തോഷ് കുറ്റ്യാട്ടൂരാണ്. നാടക പ്രവർത്തകരായ PV ശ്രീജിന, ശ്രീജിഷ് വിനോദ്, നാരായണൻ ചെറുവത്തലമുട്ട, മുരളി കണിയാരത്ത്, സന്തോഷ് അരയാൽമുട്ട, അജേഷ് ക്യൂബൻസ്, VV കാർത്തിക്, VV വൈഷ്ണവ്, വിനോദ് വേശാല എന്നിവരാണ് അഭിനേതാക്കൾ. ഇനി സ്വർണ്ണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 5450 രൂപ, പവന് 43,600 രൂപ, വെള്ളി 77 രൂപ. അറിയിപ്പുകൾ. സംസ്ഥാനത്ത് വ്യാഴാഴ്ച മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 1 വരെയുള്ള തീയതികളിലാണ് മഴ സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം ദേശീയ കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ ബുള്ളറ്റിൻ അനുസരിച്ച് ബുധനാഴ്ച സംസ്ഥാനത്ത് ഒരു ജില്ലയിലും മഴ അലേർട്ടുകളില്ല. വ്യാഴാഴ്ച മുതലുള്ള ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ കിഴക്കൻ ഉത്തർപ്രദേശിന് മുകളിലും തെലങ്കാനയ്ക്ക് മുകളിലും മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്രാപ്രദേശ് തീരത്തിനു മുകളിലും ചക്രവാത ചുഴികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് കാരണമായി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള ന്യൂനമർദ്ദമാണ് സംസ്ഥാനത്ത് മഴയ്ക്ക് കാരണമാവുന്നതെന്ന് പ്രവചിക്കപ്പെടുന്നു. സെപ്റ്റംബർ 29 വടക്കൻ ആൻഡമാൻ കടലിന് മുകളിലും ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള 24 മണിക്കൂറിനുള്ളിൽ വടക്കൻ ആൻഡമാൻ കടലിനും മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചേക്കും. തുടർന്ന് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് വീണ്ടും ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ന്യൂനമർദ്ദങ്ങളുടെ ഫലമായി സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 1 വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് കേരളത്തിൽ സാധ്യതയുണ്ട്. ഇത് കണക്കിലെടുത്ത് സെപ്റ്റംബർ 28 മുതലുള്ള തീയതികളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. വെള്ളിയാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശനിയാഴ്ച എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ചക്കരക്കല്ലിൽ നക്ഷത്രയാമയെ കണ്ടെത്തി. ടൗണിന് സമീപം റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു ആമ. അന്വേഷണം ആരംഭിച്ചു. ഡോക്ടർ നിയമനത്തിന് പണം വാങ്ങിയെന്ന പരാതി വസ്തുതാ വിരുദ്ധമെന്ന് മന്ത്രി വീണ ജോർജ്. തന്റെ ഓഫീസും സ്റ്റാഫ് അംഗവും പോലീസിൽ പരാതി നൽകിയതായും മന്ത്രി. കമ്പലിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. 2 സ്ഥാപനങ്ങളിൽ നിന്നായി ജില്ലാ എൻഫോഴ്സ്മെന്റ് പിടികൂടിയത് 1 കിൻഡലോളം നിരോധിത വസ്തുക്കൾ. 10,000 രൂപ വീതം പിഴ ചുമത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.